മങ്കടയിൽ എൽ.ഡി.എഫ് ജയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എസ്.ഡി.പി.ഐ കൂട്ടുകെട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. നിങ്ങൾക്കെന്താ സമാധാനക്കേട്? മങ്കടയിൽ എൽ.ഡി.എഫ് ജയിക്കും. ഇതേസമയം യു.ഡി.എഫ് സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എസ്.ഡി.പി.ഐ സി.പി.എം കൂട്ടുകെട്ട് ഒരു വർഷത്തെ നീണ്ട ആസൂത്രണമാണെന്നും അലി പറഞ്ഞു. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ തിരുവനന്തപുരത്ത് നിന്ന് സി.പി. ജോൺ മന്ത്രിയാകുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. യു.ഡി.എഫിന്റെ സെക്രട്ടറിയാണ് സി.പി. ജോൺ. തങ്ങളുടെ കരുത്തുറ്റ നേതാവാണ് സി.പി. ജോണെന്നും വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. യു.ഡി.എഫ് ജയിക്കും, സി.പി. ജോൺ മന്ത്രിയാകും, പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു പറഞ്ഞു. എസ്.ഡി.പി.ഐയുമായി സി.പി.എം തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുണ്ടാക്കിയിട്ടില്ലെന്ന് സി.പി.എം അഖിലേന്ത്യാ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമികൾ മതരാഷ്ട്രവാദികളാണെന്നും എം.എ. ബേബി കണ്ണൂരിൽ പറഞ്ഞു. പയ്യന്നൂരിൽ സി.പി.എം വിട്ട വി. കുഞ്ഞികൃഷ്ണന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ സി.പി.എം സമ്മതിക്കുന്നില്ലെന്ന് പരാതി. നേരത്തെ ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ഓഫീസ് പൊളിച്ച് മാറ്റിപ്പിച്ചിരുന്നു. ഇപ്പോൾ വെള്ളയടിച്ച ചുമരുകൾ കയ്യേറുകയാണെന്നാണ് പുതിയ പരാതി. അടൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ പരാതി നൽകിയ പ്രാദേശിക നേതാവ് പൊൻതാമര മുകൾ തട്ടിലേക്കും പരാതി നൽകുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി എന്തിനാണ് തന്നോട് ക്ഷോഭിക്കുന്നതെന്നും അവർ ചോദിച്ചു. പാലക്കാട് യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണമുയരുന്ന വാർഡ് കൗൺസിലർ പ്രശോഭ് വത്സനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. നടപടിയെടുക്കണമെന്ന് സ്ഥാനാർത്ഥി നടൻ രമേശ് പിഷാരടി പറഞ്ഞിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി.ജെ.പി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ കേൽക്കർ സർക്കാരിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്നുവെന്ന് ബി.ജെ.പി. ആരോപിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടതനുസരിച്ച് കെ. സുധാകരൻ വീണ്ടും ഡൽഹിയിലെത്തി. ഇന്നലെ ഖാർഗെ അടിയന്തരമായി എത്താൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സുധാകരൻ ഡൽഹിയിലെത്തിയത്. കെ.പി.സി.സി. പ്രസിഡന്റ് സ്ഥാനം വീണ്ടും നൽകുമോ എന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നത്. കാറിൽ ലഹരി വസ്തുക്കളുമായി കച്ചവടത്തിനായി യാത്ര ചെയ്ത ദമ്പതികളടക്കം 3 പേരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നാദിർ, ഭാര്യ ഐന കെ. ഷാനിദ് എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ ആയുധങ്ങളും ഗുണ്ടുകളും കണ്ടെത്തി. ഇവിടെ സംഘർഷ സാധ്യത മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ സ്പേസ് ട്രാവലർ ശുഭാംശു ശുക്ല തിരുവനന്തപുരത്തെത്തി. ഗവർണറുടെ ക്ഷണപ്രകാരമാണ് ശുഭാംശു ശുക്ല എത്തിയത്. സംസ്ഥാന അതിഥിയായ അദ്ദേഹം കുട്ടികളുമായുള്ള സംവാദം ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കും. കേരള സമ്മർ ബമ്പർ ലോട്ടറി നറുക്കെടുത്തു. ഒന്നാം സമ്മാനം 10 കോടി രൂപ SB 517026 എന്ന പാലക്കാട് ജില്ലയിൽ വിറ്റ നമ്പറിനും രണ്ടാം സ്ഥാനം 1 കോടി രൂപ SE 660573 എന്ന ചിറ്റൂർ
ടിക്കറ്റിനും ലഭിച്ചു. അബുദാബിയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 4 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഗൾഫിൽ 5 ഇന്ന് ഇതേവരെയായി ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉയരുന്ന താപനിലയ്ക്കും കൊടും ചൂടിനും ആശ്വാസമായി വേനൽ മഴ. കൊട്ടാരക്കര, ഒറ്റപ്പാലം, കോഴിക്കോട് മേഖലകളിൽ ശക്തമായ കാറ്റും മഴയും ഇടിയും ഉണ്ടായി. മഴ സംസ്ഥാനമാകെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.